എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഉച്ചയൂണാണ് തയ്യാറാക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാര്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരുപാട് അങ്ങ് ഫ്രൈ ആവുകയൊന്നും വേണ്ട, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ അത് നല്ലെണ്ണയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കടുകും ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളകും കൂടെ അതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്കും വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു വലിയ 2 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും കിട്ടുന്നത് അച്ചാറിന്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാർ മുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നെത്തോലി അച്ചാറിന് സാമ്പാർ മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ സാമ്പാർ മുളകിനെ കുറച്ച് ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത് അതിനൊന്ന് ഉണക്കാനായിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് വെയിൽ കൊണ്ട് വാടി കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എണ്ണയിലിട്ട് ഒരുപാട് നേരം ഇങ്ങനെ വാട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഈ സാമ്പാർ മുളക് നന്നായിട്ട് വാടി കിട്ടുമ്പോഴത്തേക്കും അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ ചൂടി കിടന്ന് വേവുമ്പോൾ തന്നെ ഒന്നുകൂടി മീനൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ നമുക്ക് ചട്ടിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം ഞവിടിയെടുക്കണം കേട്ടോ. എന്നാലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് ഉപ്പും മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു കുഞ്ഞ് ഉണ്ട ശർക്കരയും കൂടി അതിനകത്ത് ഇട്ട് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് അതങ്ങ് അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടത് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതിനുശേഷം അരപ്പിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് അടിച്ചെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ നന്നായിട്ട് വറ്റിയിരിക്കുന്ന ഈ അരപ്പിലോട്ട് ഈ പച്ച തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും നമുക്കിനി മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് കടുക് താളിച്ച് വെളിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതങ്ങനെ തന്നെ വെച്ചങ്ങ് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചീരയും കൂടെ വീട്ടിൽ നിന്നതുകൊണ്ട് അപ്പോൾ അതും കൂടി ഞാൻ തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞത് കുറച്ച് കൊഞ്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. അപ്പോൾ ചീരത്തോരനും നെത്തോലി അച്ചാറും മാങ്ങ പുളിശ്ശേരിയും പിന്നെ കൊഞ്ച് ഫ്രൈയും കൂടെ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ നെത്തോലി അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ.
ഇപ്പോൾ കാറ്റും മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.